അപ്പം നബിതങ്ങൾ ലം യകുൻ യദഉ, നബിതങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നില്ല ഹഉലാഇൽ കലിമാത്തി, ഈ വചനങ്ങളെ, കലിമാത്ത്, ഈ വാക്കുകൾ, ഈ പ്രാർത്ഥനകൾ, ഈ വചനങ്ങൾ നബിതങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നില്ല. ഇദാ അസ്ബഹ, നേരം പുലർന്നാൽ, വ ഇദാ അംസ, വൈകുന്നേരമായാലും. അപ്പം രാവിലെയും വൈകുന്നേരവും ഈ വചനങ്ങൾ നബിതങ്ങൾ ഒഴിവാക്കുമായിരുന്നില്ല. അഥവാ മുടങ്ങാതെ നബിതങ്ങൾ എന്നും ഇത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ പ്രാർത്ഥന പഠിപ്പിക്കുക. അപ്പം എല്ലാ ദിവസവും നബിതങ്ങൾ രാവിലെയും വൈകുന്നേരം ദുആ ചെയ്ത ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, എന്നോട് ഞാൻ ചോദിക്കുന്നു, ഇന്നി അസ്അലുക, എന്നോട് ഞാൻ ചോദിക്കുന്നു, അൽ ആഫിയത, ആഫിയത്ത് ഞാൻ ചോദിക്കുന്നു, സൗഖ്യം ചോദിക്കുന്നു, ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീ എനിക്ക് സുഖം നൽകണേ, സൗഖ്യം നൽകണേ എന്ന് നബി തങ്ങൾ സ്ഥിരമായി പ്രാർത്ഥിക്കാറ്. അപ്പം ദുനിയാവിലും വേണം ആഫിയത്ത്, ആഖിറത്തിലും വേണം ആഫിയത്ത്. ആഫിയത്ത് എന്നാൽ കുറേ സ്വത്തും സൗകര്യം ഉണ്ടാവുക എന്നുള്ളതല്ല, ഒരു ആശ്വാസം, ഒരു സൗഖ്യം ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക. അത് ദുനിയാവിൽ റബ്ബിന് ആഫിയത്ത് നൽകണേ, അതോടൊപ്പം ആഖിറത്തിലും നീക്ക് ആഫിയത്ത് നൽകണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. ഇതേ ആശയമാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, തീർച്ചയായും ഞാൻ എന്നോട് ചോദിക്കുന്നു, അൽ അഫ്വ വൽ ആഫിയ, അൽ അഫ്വ, മാപ്പ് ഞാൻ ചോദിക്കുന്നു. അഫ്വ്, മാപ്പ്, അല്ലെങ്കിൽ വിട്ടുവീഴ്ച, മഗ്ഫിറത്ത് എന്നൊക്കെ അർത്ഥം വെക്കാം. അഫ്വ് നമ്മൾ സാധാരണ പ്രാർത്ഥനയൊക്കെ പറയുന്ന വാക്കാണല്ലോ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന ആ വാക്കാണ് അഫ്വ്, മാപ്പ് അല്ലെങ്കിൽ വിട്ടുവീഴ്ച. എന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അഫ്വ, എന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. വൽ ആഫിയ, ആഫിയത്തിനെയും ചോദിക്കുന്നു. ഫീ ദീനി വദുനിയായ, ഫീ ദീനി, എൻ്റെ ദീനിൽ, വദുനിയായ, എൻ്റെ ദുനിയാവിലും, വഅഹ്ലി, എൻ്റെ കുടുംബത്തിലും, വമാലി, എൻ്റെ സമ്പത്തിലും. അപ്പം കുടുംബത്തിൽ, സമ്പത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ, ദുനിയാവിൻ്റെ കാര്യത്തിൽ, ഇതെല്ലാം റബ്ബേ എനിക്ക് ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ, അതോടൊപ്പം എനിക്ക് നീ മാപ്പ് നൽകുകയും ചെയ്യണം. അപ്പം ഈ രംഗത്തൊക്കെ പോരായ്മകൾ ഉണ്ടാകാം, ദീനിൻ്റെ വിഷയത്തിൽ പോരായ്മകൾ ഉണ്ടാകാം, ദുനിയാവിൻ്റെ കാര്യത്തിൽ അബദ്ധങ്ങളും പോരായ്മകളും വരാം, മക്കളുടെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ എത്ര ശ്രദ്ധിച്ചാലും അതിലൊക്കെ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ വരാം. അതൊക്കെ റബ്ബേ നീ മാപ്പാക്കി നീ എനിക്ക് പുറത്ത് നൽകണം. അതേപോലെ അതൊക്കെ ഒരു ആഫിയത്ത്, മക്കളിൽ ഒരു ആഫിയത്ത്, കുടുംബത്തിൽ ഒരു ആഫിയത്ത്, സമ്പത്തിൽ ഒരു ആഫിയത്ത്. കാരണം മക്കളിൽ ആഫിയത്ത് കഴിഞ്ഞാലും നമ്മുടെ കൂടി ആഫിയത്ത് അതോടെ നഷ്ടപ്പെടും. മക്കൾക്ക് പ്രയാസം വന്നാൽ സ്വാഭാവികം നമ്മുടെ ഒരു സമാധാനം അത് ബാധിക്കുമല്ലോ. കുടുംബത്തിൽ ഒരു പ്രയാസം വന്നാലും നമ്മുടെ സമാധാനത്തെ അത് ബാധിക്കും. സാമ്പത്തികമായൊരു ഒരു ബുദ്ധിമുട്ടും പ്രയാസം വന്നാലും ബാക്കി എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു സൗഖ്യത്തെ തീർച്ചയായും അത് ബാധിക്കും. അതൊക്കെ ഉണ്ട്. പക്ഷെ രാത്രി കിടന്നാൽ ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അസുഖങ്ങളൊന്നുമില്ല, എല്ലാ സൗകര്യമുണ്ട്, ഫാനും എസിയും ബെഡൊക്കെ ഉണ്ട്, പക്ഷേ ഉറക്കം വരുന്നില്ല. കാരണം കിടക്കുമ്പോൾ ഇതിങ്ങനെ ഈ ചിന്ത തലയ്ക്ക് വന്നിട്ട് ഇടങ്ങാറായി, കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടായും, ഇനിയിപ്പോൾ കൊടുക്കാണ്ട് മറ്റോ വിളിക്കും, അവൻ വരും, ഒരു ഫോൺ വിളിക്കുമ്പോഴത്തേന് ബേജാറായി, കൊടുക്കാളോ വിളിക്കാളോ ആകെ പ്രശ്നമായി. ഇങ്ങനെ ഈ ഒരു അസ്വസ്ഥതയിൽ അവൻ്റെ സൗഖ്യം നഷ്ടപ്പെട്ടു പോകും. അപ്പം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമ്പത്തിൽ, എൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ, എൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിൽ എല്ലാം റബ്ബേ നീ എനിക്ക് ആഫിയത്ത് നൽകണേ എന്ന് ഞാൻ ചോദിക്കുന്നു. അഫ്വ്, മാപ്പ് നൽകണേ എന്ന് ഞാൻ എന്നോട് ചോദിക്കുന്നു.